കരാട്ടയിൽ അമേരിക്കയിലെ വേൾഡ് മാർഷൽ ആർട്ട് ഫെഡറേഷൻ 9th ഡാൻ ബ്ലാക്ക് ബെൽറ്റ് നേടിയ ആദ്യ ഇന്ത്യക്കാരനായ വി.ഇസഡ് സെബാസ്റ്റ്യനെ ശിഷ്യഗണങ്ങൾ ആദരിച്ചു. കരാട്ടയിൽ അമേരിക്കയിലെ വേൾഡ് മാർഷൽ ആർട്സ് ഫെഡറേഷൻ 9th ഡാൻ ബ്ലാക്ക് ബെൽറ്റ് നേടിയ ആദ്യ ഇന്ത്യക്കാരനായ ഗ്രാൻഡ് മാസ്റ്റർ വി.ഇസഡ് സെബാസ്റ്റ്യന് ആദരമൊരുക്കി ശിഷ്യഗണം. ആലപ്പുഴയിൽ സംഘടിപ്പിച്ച ചടങ്ങിലാണ് കേരളത്തിലെ ശിഷ്യഗണങ്ങളും കോയിൻ ചി അക്കാദമിയിലെ പരിശീലകരും ചേർന്ന് വി.ഇസഡ് സെബാസ്റ്റ്യന് സ്വീകരണം നൽകിയത്. ആലപ്പുഴ ജില്ലാ കരാട്ടെ ദോ അസോസിയേഷൻ സെക്രട്ടറിയും കോയിൻ ചി അക്കാദമിയുടെ പരിശീലനവുമായ ഷാജി ചെറിയാൻ, കോയിൻ ചി അക്കാദമി വൈസ് പ്രസിഡന്റുമായ നിർമ്മൽ വി. സെബാസ്റ്റ്യൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണമൊരുക്കിയത്. കേരളത്തിൽ ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺകുട്ടികളാണ് ഇപ്പോൾ ആയോധന കല പഠിക്കാൻ വരുന്നതെന്ന് വി.ഇസഡ് സെബാസ്റ്റ്യൻ പറഞ്ഞു. 98 മുതൽ നമ്മൾ മാഷുമായിട്ട് ബന്ധമുണ്ട്. അങ്ങനെയാണ് ഈ ക്ലാസ് നടന്നു വരുന്നത്. അപ്പം ഇവിടുന്ന് തന്നെ നമ്മുടെ പഠിച്ചിട്ട് പോയ ഒരു ഇൻസ്ട്രക്ടറാണ് അവിടെ ക്ലാസ് ഇന്ന് മുതലെടുക്കുന്നത്. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അപ്പം അദ്ദേഹമാണ് അവിടെ ക്ലാസ് എടുക്കുന്നത്. ഇപ്പം ഞാൻ ഈ 21 ദിവസമായിരുന്നു ഞാൻ അമേരിക്ക ചിലവഴിച്ചത്. അപ്പം അതിൽ ഞാൻ പോയ ഈ ക്ലാസ്സുകളെല്ലാം എടുക്കുമായിരുന്നു. പിന്നെ അവർക്ക് കൂടുതൽ ട്രെയിനിങ് കൊടുത്തു. പിന്നെ എനിക്കും കുറേ ട്രെയിനിങ് മാസ്റ്ററിൽ നിന്നും മറ്റു മാസ്റ്റേഴ്സിൽ നിന്നുമൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റി. അവിടെ ഐക്കിഡോ കുറേ പ്രാക്ടീസ് ചെയ്യാൻ പറ്റി. പിന്നെ നമുക്ക് സിന്ധ്യ റോത്രോക്ക് അവരൊരു സെലിബ്രിറ്റിയാണ്. അവരുടെ ഒരു പുതിയ സിനിമ ബ്ലാക്ക് ക്രീക്ക് എന്ന് പറഞ്ഞ പടം അവിടെ ഇറങ്ങി. അത് 67ാമത്തെ സിനിമയാണെന്ന് തോന്നുന്നു. അപ്പം അവരുടെ കൂടെ 3 ദിവസം ഫുള്ളായിട്ട് നമുക്ക് ട്രെയിനിങ് തന്നായിരുന്നു. പിന്നെ അവിടെ കോയിൻജിയുടെ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചായിരുന്നു. ആ ടൂർണമെൻറ്റ് നടത്തി കൊടുത്തു. അത് നമ്മുടെ വേൾഡ് ഗ്രാൻഡ് മാസ്റ്റർ ഉണ്ടായിരുന്നു. അതായത് അത് ടോറസ് എന്ന് പറഞ്ഞൊരു മാസ്റ്റർ. അങ്ങനെ എന്നെ സംബന്ധിച്ച് നമുക്കിപ്പോൾ പോയപ്പോൾ നമുക്ക് വേൾഡിലെ പല മാസ്റ്റേഴ്സുമായിട്ട് നമുക്ക് അവരുമായിട്ട് പരിചയപ്പെടാനും അവരുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനും തിരിച്ച് നമ്മുടെ ട്രെയിനിങ് അവർക്ക് കൊടുക്കാനും അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു.